കോഴിക്കോട് മാവൂരിൽ സ്കൂട്ടറിൽ അപകടയാത്ര. കുട്ടിയെ സ്കൂട്ടറിന് പിന്നിൽ തിരിച്ചിരുത്തിയാണ് യാത്ര. സ്കൂട്ടർ ഓടിക്കുന്ന ആളും കുട്ടിയും ഹെൽമറ്റ് ധരിച്ചിട്ടില്ല. പുറകിൽ വരുന്ന യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ വാർത്തയുടെ വിവരങ്ങളുമായി അല്പസമയത്തിനകം അഭിജിത്ത് മുഴക്കുന്ന് ചേരും. അഭിജിത്ത്, എന്തിനാണ് കുട്ടിയെ ബൈക്കിന്റെ മേലിൽ ഇങ്ങനെ തിരിച്ചിരുത്തിയിരിക്കുന്നത്? അതും ഹെൽമെറ്റ് ഒന്നും വെക്കാതെ? എന്താണ് ഒരു സുരക്ഷയും നോക്കാതിരിക്കുന്ന ഇയാൾ രക്ഷാകർത്താവാണോ? ഹഷ്മി, അക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് ഒരു പരിശോധന നടത്തുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ഇന്നലെ രാത്രി തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായതാണ്. ഇന്നലെ രാത്രി നടന്ന സംഭവമാണിത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഹെൽമറ്റ് ധരിക്കാതെയാണ് ഇരുവരും യാത്ര ചെയ്യുന്നത്. അതിൽ തന്നെ ഈ പെൺകുട്ടി പുറകിൽ തിരിഞ്ഞിരിക്കുന്ന നിലയിലാണ്. ഈ കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുട്ടി മൊബൈൽ ഫോണിൽ നോക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപകടം വിളിച്ചു വരുത്തുന്ന യാത്ര എന്ന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. തിരക്കേറിയ റോഡാണ്. ആ റോഡിലൂടെയാണ് രണ്ടുപേരും ഹെൽമറ്റ് ധരിക്കാതെ ഇങ്ങനെ ഈ കുട്ടിയെ തിരിച്ചിരുത്തിക്കൊണ്ടുള്ള യാത്ര നടത്തുന്നത്. ഈ ദൃശ്യങ്ങൾ സ്കൂട്ടറിന് പുറകിൽ വരുന്ന യാത്രക്കാരാണ് പകർത്തിയത്. പിന്നീട് അവർ ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. അതിൽ പിന്നാലെ ഇപ്പോൾ പോലീസ് ഒരു പ്രാഥമികമായ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി നമ്പറൊക്കെ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ ഈ വാഹനം ഓടിച്ചയാളെ വിളിച്ചു വരുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. ഏതായാലും കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം തിരക്കേറിയ റോഡിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു യാത്ര നടത്തുന്നത്. ഹെൽമറ്റ് ധരിച്ചിട്ടില്ല, ഒപ്പം കുട്ടിയെ തിരിച്ചിരുത്തുക കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഹാഷ്മി, ഓക്കെ, അത് കാണേണ്ടവർ, വീഡിയോ അടക്കം കാണേണ്ടവർ കാണട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിൽ ബേസിക് സുരക്ഷ പോലും നോക്കാതെ കുഞ്ഞിനെ തിരിച്ചിരുത്തി ഒക്കെ വണ്ടി ഓടിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്യട്ടെ. എന്തായാലും ഇത്തരത്തിലുള്ള അതിക്രിയകൾ, സാഹസങ്ങൾ റോഡിൽ ചെയ്യരുത്. അത് വലിയ അപകടത്തിലേക്കും തീരാ നഷ്ടത്തിലേക്കും തീരാ ദുഃഖങ്ങളിലേക്കും ഒക്കെ പോകാൻ ഇടയുണ്ടെന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഒരുപാട് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഒരുപാട് വാർത്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുന്നതുമാണ്.